പശ്ചിമബംഗാളിലെ സന്ദേശ് ഖാലിയിൽ സ്ഥിതി ഗുരുതരമെന്ന് ബി.ജെ.പി. സൽപ്പേര് സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി സ്ത്രീകളുടെ മാനം പണയപ്പെടുത്തുകയാണ്. കോൺഗ്രസിന്റെയും CPM-ന്റെയും മൗനം ജനാധിപത്യത്തിനും നാണക്കേടാണെന്നും ബി.ജെ.പി. നേതാവ് രവിശങ്കർ പ്രസാദ് തുറന്നുകാട്ടി. കൊടിയ പീഡനങ്ങളാണ് പശ്ചിമബംഗാളിലെ സന്ദേശ് ഖാലിയിലെ ഹരിജൻ വനവാസി കോളനിയിൽ സ്ത്രീകൾ നേരിട്ടത്. കൂട്ടത്തോടെ ലൈംഗികമായി ആക്രമിക്കുകയും വസ്തുവകകൾ കയ്യേറിയും തീയിട്ടും പ്രദേശമാകെ നാശം വിതച്ചു. കോളനിയിലെ പുരുഷന്മാരെ ബന്ദികളാക്കി ആക്രമിച്ചു. നേതൃത്വം നൽകിയത് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് ഷെയ്ഖ് ഷാജഹാനാണ്. എന്നാൽ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയ സ്ത്രീകളെ അധിക്ഷേപിച്ച് പുറത്താക്കി. രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്ന് അക്രമികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് ഇതുവരെ സ്വീകരിച്ചത്. സമൂഹത്തിനാകെ നാണക്കേടാണ് പശ്ചിമബംഗാൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുണ്ടായതെന്നാണ് ബി.ജെ.പിയുടെ ആക്ഷേപം. രാഹുൽ അടങ്ങുന്ന കോൺഗ്രസ് നേതാക്കളുടെ മൗനം, പ്രതിഷേധിക്കാതെ മാറി നിൽക്കുന്ന CPM-ന്റെ നിലപാടും ബി.ജെ.പി. ചോദ്യം ചെയ്യുന്നു. CPM ने अभी तक औपचारिक विरोध नहीं किया है, पब्लिक कमेंट नहीं किया है. राहुल गांधी जो हर विषय पर बोलते हैं खामोश हैं. The sheer hypocrisy and utter double standard of these opposition parties is self-evident. बीजेपी सारे बिखरते हुए इंडिया गठबंधन के नेताओं से एक सवाल करना चाहती है, आप क्यों खामोश है? വാർത്തകൾ പുറം ലോകമറിയാതിരിക്കാൻ മാധ്യമപ്രവർത്തകനെ അറസ്റ്റ് ചെയ്തു. നിരോധനാജ്ഞയുടെ മറവിൽ പ്രദേശമാകെ അടച്ചെങ്കിലും കോടതി ഇടപെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിന് സന്ദേശ് ഖാലി സന്ദർശിക്കാനായി. ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ പശ്ചിമബംഗാളിലാകെ പ്രതിഷേധം അലയടിക്കുകയാണ്. ഷെയ്ഖ് ഷാജഹാന്റെ അറസ്റ്റും മമതയുടെ രാജിയും ആവശ്യപ്പെട്ട് സമരങ്ങൾ ശക്തിപ്പെടുന്നു. ജനം, ഡൽഹി.